പത്തനാട്ടിൻ്റെ പുതിയ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ കാണിക്കുന്നത് അവന്തികയും അവളുടെ അച്ഛനും നാഗേന്ദ്രനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഭാര്യയെ അഭിയെ സ്നേഹിക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നാഗേന്ദ്രന് അവന്തികയോട് പറയുന്നുണ്ട്, നീ നവീനെ കൂടി നമ്മളുടെ ഭാഗത്തേക്ക് ആക്കണം. അവനെ നീ നന്നായി സ്നേഹിച്ച് അവനെ നീ പറയുന്നത് മാത്രം കേൾക്കുന്ന രീതിയിലാക്കി മാറ്റണം. നീ അവനോട് കൂടുതൽ അടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നീ അവനെ വിളിക്കാറില്ലേ? അപ്പോൾ അവന്തിക പറയുന്നു, ഞാൻ എപ്പോഴും വിളിക്കാറില്ല, ഒരു വട്ടമായിട്ട് കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നു. അപ്പോൾ നാഗേന്ദ്രൻ പറയുന്നു, നീ അവനെ വിളിക്ക്, കൂടുതൽ സംസാരിക്കുക, അവനോട് അടുക്കുന്നത്. അങ്ങനെ അവന്തിക നവീനെ വിളിക്കാനും ഫോണെടുത്ത് കോൾ ചെയ്യുന്നു. അപ്പോൾ നവീന് ഫോൺ എടുക്കുന്നു. അവന്തിക പറയുന്നു, നമുക്ക് കണ്ടാലോ, നമുക്കൊന്ന് പാർക്കിൽ വെച്ച് കണ്ടാലോ എന്ന് പറയുന്നു. അപ്പോൾ നവീൻ പറയുന്നു, ഞാനും കാണാതിരിക്കുകയായിരുന്നു, ഞാനും വിളിക്കാതിരിക്കുകയായിരുന്നു, നമുക്ക് കാണാമെന്ന് പറഞ്ഞാണ്ട് അവർ ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ അവന്തിക നവീനെ കാണാൻ പാർക്കിനടുത്തുള്ള ബസ്സിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ നിന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നവീൻ പറയുന്നു, എനിക്കൊട്ടും താല്പര്യമില്ല ഈ കല്യാണത്തിന്, ഞാൻ അമ്മയും മുത്തശ്ശനും നിർബന്ധിച്ചതിന് മാത്രമാണ് ഞാൻ അപ്പോൾ സമ്മതിച്ചത്. എനിക്ക് ഈ കല്യാണത്തിൽ താല്പര്യമില്ല, ഞാൻ മറ്റൊരു പെൺകുട്ടിയെ മനസ്സിൽ കൊണ്ടുകൊണ്ടാണ് നടക്കുന്നത്, എനിക്കതിന് താല്പര്യമില്ല, എനിക്ക് മുൻപ് പറയാൻ പറ്റിയില്ല. അപ്പോൾ അവന്തിക ചോദിക്കുന്നുണ്ട്, എനിക്ക് അത് അപ്പം തന്നെ പറഞ്ഞുകൂടായിരുന്നു, എന്തിനാ ഇത്രയും സാഹസിച്ചത് എന്നൊക്കെ പറയുന്നു. അവന്തിക കരഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദർശിൻ്റെയും നയനയുടെയും കാര്യവും നയനയുടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ചടങ്ങുകളെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ നാടകം നടന്നുകൊണ്ട് ഇതൊന്നും പറ്റിയില്ല, അതിലേക്ക് മുത്തശ്ശിക്ക് നല്ല സങ്കടം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അവന്തിക കരഞ്ഞുകൊണ്ട് കയറി വന്നത്. നവീന് ഈ കല്യാണത്തിന് സമ്മതമില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവർ ആകെ നെറ്റിദ്ധരിച്ചിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് നവീൻ അവൻ്റെ വീട്ടിൽ പോയി മുത്തശ്ശനോടും അമ്മയോടും സംസാരിക്കുന്നതാണ്. അവൻ പറയുന്നു, എനിക്കൊട്ടും ആബിയുടെ പെങ്ങളെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, അവൾക്ക് അവൻ്റെ സ്വഭാവമായിരുന്നു, അവൾ എൻ്റെ ജൂനിയറായി പഠിച്ച കുട്ടിയാണ്, എനിക്കൊട്ടും അവളോട് കല്യാണം കഴിക്കാനോ മറ്റൊരു ബന്ധത്തിനും എനിക്ക് താല്പര്യമില്ല, അവൾ ഒരു ദത്തുപുത്രിയുടെ മകളാണ്, അല്ലാതെ ഇവിടുത്തെ മൂർത്തിയുടെ സ്വന്തം പേരക്കുട്ടിയൊന്നും അല്ല, അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല ഈ കല്യാണത്തിന്. അതിനുശേഷം നയനയും ആദർശം കൂടി സംസാരിക്കുന്നുണ്ട്. ചേച്ചിയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആദർശ് അബിക്ക് കോൾ ചെയ്യുന്നുണ്ട്. അബിയോട് പറയുന്നു, ഒന്നും ഞാൻ അവസാനിച്ചെന്ന് വിചാരിക്കണ്ട, എല്ലാം തുടങ്ങാനും പോകുന്നു, നിൻ്റെ നല്ലതിനായിരിക്കില്ല ഇതൊക്കെ എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ആദർശ് മറ്റേ പെൺകുട്ടിയെ കാണാൻ പോകുന്നു. അവളുടെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അവളെ കാണാൻ പോകുന്നു. എന്നിട്ട് അവിടെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവളെ അറിയിക്കുന്നുണ്ട്. അവിടെ ഒരു ഫ്ലാറ്റിൽ ഒരാളുണ്ട്, അവിടെ എപ്പോഴും സേവിയർ കാണാനും പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ സംസാരിക്കുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ ശരി, ബൈ.